ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്ന സൈഡിൽ പ്ലീറ്റ്സുകളുള്ള സെമി പട്യാല പാൻസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോർമൽ പാൻസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്തവർക്ക് ഇത് വളരെ എളുപ്പമാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യം നോക്കേണ്ടത് നമ്മൾ മറ്റേതിൽ നോക്കിയ പോലെ തന്നെ ഫുൾ ലെങ്ത്താണ്. ഫുൾ ലെങ്ത്ത് നിന്ന് നമുക്ക് ബെൽറ്റിന് എത്ര വേണ്ടത് നമ്മൾ ആദ്യം തീരുമാനിക്കുക. അതായത് ഇപ്പോൾ ഒരു 5 ഇഞ്ചോ 6 ഇഞ്ചോ എത്രയാണ് നമുക്ക് ആവശ്യം, അതിനനുസരിച്ച് അത് തീരുമാനിച്ചിട്ട് എടുക്കുക. അപ്പോൾ ആ ബെൽറ്റിൻ്റെ കൂടെ ഇപ്പോൾ ഒരു 6 ഇഞ്ചാണ് എടുത്തെങ്കിൽ 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് കൂട്ടി കൊടുക്കണം. കാരണം പാൻസും ബെൽറ്റും കൂടി ജോയിൻ ചെയ്യാൻ. പിന്നെ നമുക്ക് വള്ളിയോ ഇടാം, ചരടോ എലാസ്റ്റിക്കോ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഈ 1/2 + 1.5 ഇട്ടിട്ട് 8 ഇഞ്ച്. പിന്നെ അതിൻ്റെ വീഴ്ത്ത്, അതായത് ബെൽറ്റ് പീസിൻ്റെ വീഴ്ത്ത് ഞാൻ മറ്റേതിൽ പറഞ്ഞ പോലെ, അതായത് ഒരു 22 ഒരു സാധാരണ ആൾക്കാർക്കൊക്കെ മതിയാവുന്ന ഒരു വീഴ്ത്താണ്. പിന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളെ പാൻസ് അളന്നിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം കുറച്ച് തടിയൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ ഒരു 24-25 എടുക്കാം. പിന്നെ നമ്മൾ പാൻസിൻ്റെ ലെങ്ത്ത് എടുക്കുക. പാൻസിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ ടോട്ടൽ ലെങ്ത്ത് നിങ്ങൾ എത്രയാണ് എടുത്തത്? ഞാനിപ്പോൾ 38 എടുത്തത്. ഓരോരുത്തർ എത്രയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 38 ഒരു സാധാരണ അളവാണ്. ഒരു 39, 40 അങ്ങനെയൊക്കെ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക് എടുക്കാം. അപ്പോൾ അതിൽ നിന്ന് ഈ ബെൽറ്റിൻ്റെ അളവ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന അളവാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ എനിക്ക് 38 - 6 32. പിന്നെ 1/2 ഇഞ്ച് ഇതന്നെ പാൻസും ബെൽറ്റും കൂടി ജോയിൻ ചെയ്യാൻ വേണം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് താഴെ മടക്കി അടിക്കാനും കൂടി വെച്ചിട്ടുള്ള അളവാണ് എഴുതിയിട്ടുള്ളത് 34. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് പിന്നെ ഞാൻ നോർമൽ പാൻസിന് പറഞ്ഞു മിനിമം പിന്നെ 18 പക്ഷേ ഇതിൻ്റെ വിഡ്ത്ത് മിനിമം 22. 22 ഉണ്ടെങ്കിൽ നമുക്കൊരു 4-5 പ്ലീറ്റ്സ് എങ്കിലും സൈഡിൽ കിട്ടുള്ളൂ. പിന്നെ അത് മാക്സിമം ഒരു 25, 26, 27 അങ്ങനെയൊക്കെ പോകാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ കൂടുതൽ പ്ലീറ്റ്സ് ഇട്ടാൽ അത് അതിൻ്റെ രൂപം മാറി അത് ഹെവി പട്ടിയാല അല്ലെങ്കിൽ ഫുൾ പട്ടിയാലയായി മാറും കൂടുതൽ പ്ലീറ്റ്സ് വന്നാൽ. അപ്പോൾ ഇത്ര മാത്രം മതിയെങ്കിൽ ഒരു 25, 26 എടുത്താൽ തന്നെ അത്യാവശ്യം ഒരു പ്ലീറ്റ്സ് കിട്ടും. പിന്നെ ഇതിൻ്റെ ക്രോച്ച് ലെങ്ത്ത് അതും നോർമൽ പാൻസിൻ്റെ പോലെ തന്നെയാണ്. ഇത് ടോട്ടൽ ഒരു 16 ഒരു സാധാരണ ഹൈറ്റ് ഉള്ളവർക്ക് മതി. അപ്പോൾ അതിൽ നിന്ന് അതും അതന്നെ ബെൽറ്റിൻ്റെ അളവ് അതിൽ നിന്ന് മൈനസ് ചെയ്യണം. കാരണം ബെൽറ്റും പാൻസും കൂടിയിട്ടാണ് ടോട്ടൽ 16 പറയുന്നത്. അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന അളവാണ് പാൻസിൻ്റെ ക്രോച്ച് ലെങ്ത്തായിട്ട് എടുക്കേണ്ടത്. പിന്നെ താഴത്തെ ആംഗിൾ വിഡ്ത്ത് ഓരോരുത്തരുടെ ഇഷ്ടം. അതും അതുതന്നെ കാല് പിന്നെ ഇങ്ങനെ നമുക്ക് കാലിലൂടെ ഇറങ്ങിപ്പോകുന്ന വിധത്തിൽ അത്രയൊന്നും ലൂസ് വേണ്ടാത്തവർക്ക് ഒരു 7, 6.5 അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് അളവാണ്. കൂടുതലായാൽ പിന്നെ കുറച്ച് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് നല്ല ലൂസിൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കുകയും ചെയ്യാം കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത്. അങ്ങനെ നിങ്ങൾ അങ്ങനെ അളവെടുക്കുക. അപ്പോൾ ഫുൾ ലെങ്ത്ത് നിന്ന് ബെൽറ്റ് ലെങ്ത്ത് മൈനസ് ചെയ്ത അളവാണ് പാൻസിൻ്റെ ലെങ്ത്തായിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് വരക്കാം. അപ്പോൾ ഗ്രാഫ് വരക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ തുണി മടക്കുമ്പോൾ നമുക്ക് ഈ പാൻസിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ എല്ലാം പിന്നെ ഏത് നമ്മൾ കട്ടിങ്ങിലാണെങ്കിലും വലിയ പീസ് ഫസ്റ്റ് കട്ട് ചെയ്യണം, എന്നിട്ട് ചെറിയ പീസ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്ക് പാൻസ് ആദ്യം കട്ട് ചെയ്താൽ ബെൽറ്റിന് തുണി തേഞ്ഞില്ലെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ ആദ്യം തന്നെ ബെൽറ്റ് കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ പിന്നെ ചിലപ്പോൾ നമുക്ക് പാൻസിന് തുണി തികയാതായി പോവും. അപ്പോൾ എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വലിയ പീസ് ആദ്യം കട്ട് ചെയ്യുക, അതിന് ശേഷം ചെറിയ പീസ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ പാൻസാണ് ഫസ്റ്റ് അതിൻ്റെ ഗ്രാഫ് വരക്കുന്നത്. അപ്പോൾ പാൻസിൻ്റെ ആദ്യം നമ്മൾ മടക്കേണ്ടത് അതിൻ്റെ വിഡ്ത്തിനനുസരിച്ചാണ് തുണി മടക്കേണ്ടത്. അപ്പോൾ വിഡ്ത്തിനനുസരിച്ച് തുണി 4 മടക്കുക. അപ്പോൾ നമുക്ക് 2 കാലും അതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം പിന്നെ 2 മടക്കിയാൽ പിന്നെ 2 പ്രാവശ്യം കട്ട് ചെയ്യണം. അപ്പോൾ അതിനേക്കാളും ഇത് സെയിമാണ്, ഒരു വ്യത്യാസമില്ല 2 കാലും തമ്മിൽ. അതുകൊണ്ട് 4 മടക്കിയിട്ട് ഒന്നിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ മുമ്പ് ക്ലാസ്സൊക്കെ ലൈവായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ 2 പ്രാവശ്യമായിട്ട് കട്ട് ചെയ്യിക്കലാണ്. കാരണം എന്താ പറഞ്ഞാൽ അപ്പോൾ 2 പ്രാവശ്യം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ആവശ്യമില്ല, നിങ്ങൾക്ക് എപ്പം വേണമെങ്കിൽ വീഡിയോ നോക്കാമല്ലോ. അതുകൊണ്ട് ഒറ്റ 4 മടക്കിയിട്ട് ഒന്നിച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ വിഡ്ത്തിനനുസരിച്ച് ആദ്യം മടക്കുക. പിന്നെ രണ്ടാമതായിട്ട് അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ അപ്പോൾ മടക്കിയ ഭാഗമല്ല, ഈ ഓപ്പൺ സൈഡിലാണ് നമ്മളെപ്പോഴും ക്രോച്ച് ലെങ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറയാം, വിഡ്ത്ത് നമുക്ക് തുണി 4 വിഡ്ത്തിനനുസരിച്ച് മടക്കുക, പിന്നീട് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ മൂന്നാമതായിട്ട്
ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അതായത് ഓപ്പൺ സൈഡിൽ ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. പിന്നെ ഏറ്റവും താഴെ പിന്നെ എന്താണ് മടക്കിയ ഭാഗത്തുനിന്ന് ഓപ്പൺ സൈഡിലേക്കായിട്ട് പിന്നെ ആംഗിൾ വിഡ്ത്തും മാർക്ക് ചെയ്യുക. പിന്നെ അതിന് ശേഷം ഈ ആംഗിൾ വിഡ്ത്തും ഈ ക്രോച്ച് ലെങ്ത്തും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്താലും മതി. കാല് അധികം ഒതുങ്ങി വേണ്ട, കാലിൽ താഴെ ഭാഗമൊന്നും ഒതുക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ പട്ടിയാല പാൻസ് അടിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്കിലും കുറച്ച് താഴെ ഭാഗം കുറച്ച് ഒതുക്കിയിട്ടും മീത ഭാഗം കുറച്ച് ലൂസാക്കിയിട്ടും അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ലൈനിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് അതിനെ വീണ്ടും ഹാഫാക്കിയിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പിന്നെ അതിനെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് കാലിൻ്റെ ഭാഗം ഒന്ന് ഒതുക്കിയിട്ട് 1 ഇഞ്ച് അകത്തേക്കാക്കിയിട്ട് പിന്നെ ഷേപ്പ് വരച്ചു കൊടുക്കുക. അതുപോലെ പുറത്തേക്ക് മീത ഭാഗത്ത് പുറത്തേക്ക് 1 ഇഞ്ച് ആക്കിയിട്ട് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ബെൽറ്റിൻ്റെ ഗ്രാഫ് വരക്കാം. ഇത് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് തുണി കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇത് വിശദമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ബെൽറ്റ് പ്രത്യേകിച്ചൊന്നുമില്ല, 2ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്താൽ മാത്രം മതി. കാരണം അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ വിശദമായ ഇത് കട്ടിങ്ങിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം.